സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനെ എത്ര നിറഞ്ഞെങ്ങും കാണുന്നു നിൻ രൂപം നിനുപയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ നിനുപയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇടവകയുടെ വികാരി വന്യനായ തോമസ് മാത്യൂസ് അച്ഛൻ, എന്റെ സഹപാഠിയുടെ ആയിരിക്കുന്ന വന്യനായ എബി ചാക്കോ അച്ഛൻ, വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കൃത്യനാമത്തിൽ സ്നേഹവന്ദനം. 3 നോമ്പിന്റെ 2ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിനുവായിലേക്ക് പോകുന്നതിന് പകരം തർസീസിലേക്ക് പോയ യോനായെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത്. ഒന്നാമത്, നമ്മൾ പലപ്പോഴും റിജക്ട് ചെയ്യുന്ന ഗോഡ് ഗിവൺ ടിക്കറ്റുകൾ. 2ാമത് പറഞ്ഞത്, നമ്മുടെ ഒരു തലവരെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ. നോമ്പിന്റെ ജീവിതത്തിൽ അറിയേണ്ട ചില കാര്യങ്ങളായിരുന്നു നമ്മൾ ആമുഖ ദിവസത്തിൽ പറഞ്ഞത്. ഇന്നേ ദിവസം യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ ഒരു പോർഷൻ നിങ്ങളുടെ മുൻപാകെ ധ്യാനത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ജോന ചാപ്റ്റർ 3 വേഴ്സ് 6. വർത്തമാനം നിനുവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. രാജവസ്ത്രം നീക്കി വെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അതിലെ ആ 2ാമത്തെ പോർഷനാണ് ധ്യാനത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. He covered him with sackcloth and sat in ashes. നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു ധ്യാന ചിന്തയാണിത്. പ്രത്യേകിച്ച് വഴിമാറിപ്പോയ യോനായെ ദൈവം കടലാനയുടെ വയറ്റിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് അതിവേഗത്തിൽ നിനുവാ നഗരത്തിൽ എത്തിച്ചു. യോനയുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 ദിവസമാണ് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ദിവസത്തെ വഴിയാത്രയോളം അവൻ നഷ്ടപ്പെടുത്തി. കുറെ ദൂരം അവൻ പോയി. ആ പോയ ദൂരം കൂടി ഒന്ന് ശരിയായി വരുന്നതിന് വേണ്ടി കടലാനയുടെ വയറ്റിൽ അവൻ എത്തപ്പെട്ട് അതിവേഗതയിൽ അവൻ നിനുവാ നഗരത്തിൽ എത്തുകയായിരുന്നു. ഒരു ദിവസത്തെ വഴിയാത്ര അവൻ പോയുള്ളൂ. 3 ദിവസം യാത്ര ചെയ്താൽ തീരുന്ന ഒരു വലിയ നഗരമാണ് നിനുവാ എന്ന് പറയുന്നത്. നിനുവാ നഗരത്തെ പറ്റി പോലും തിരുവചനം പഠിപ്പിക്കുന്നത് മഹാനഗരം എന്നാണ്. അതായത് മനുഷ്യൻ പാപത്തിലായിരുന്നെങ്കിലും നഗരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് കൊടുത്ത ഒരു ടെർമിനോളജിക്കൽ ഒരു വ്യത്യസ്തത, ഒരു ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കണം. മഹാനഗരം എന്നാണ്. എന്ന് വെച്ചാൽ നശിക്കപ്പെട്ട നഗരം എന്ന് പറയുന്നില്ല. അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. നാശത്തിന്റെ പ്രതീകമായി ജനങ്ങൾ മാറ്റപ്പെട്ടെങ്കിലും അതിൻ്റെതായ ചില കൾച്ചറൽ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെതായ പൗരാണികത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേദപുസ്തകം നിനുവയെ പറ്റി പറയുന്നത് മഹാനഗരമെന്നാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ പലതിനെയും വിലയിരുത്തുമ്പോൾ വില ഇടിച്ചു കാണിക്കും, ഡീഗ്രേഡ് ചെയ്ത് പറയും. അത് കൊള്ളത്തില്ല, അത് കൊള്ളരുതാത്തതാണ്, ബലഹീനമാണെന്ന് പറയും. ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറമായ ചില പൗരാണികതകളും പാരമ്പര്യങ്ങളും ഒക്കെ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ട്. ഇന്ന് നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോഴും നമ്മളെ തന്നെ വിലയിരുത്തുമ്പോഴും നമ്മളെ തന്നെ ഡീഗ്രേഡ് ചെയ്യരുത്, മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യരുത്. കാരണം അതല്ലാത്ത കുറച്ച് അനുഭവങ്ങളുണ്ട്. നന്മ ചെയ്ത അനുഭവങ്ങൾ കുറേയുണ്ട്, ദൈവം തന്ന ദാനങ്ങൾ കുറേയുണ്ട്, പ്രാർത്ഥിച്ച അനുഭവമുണ്ട്. ഇന്ന് നമ്മൾ ദുഃഖത്തിലും പ്രതിസന്ധിയിലും ആയിരുന്നെങ്കിലും സന്തോഷം അനുഭവിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും കണ്ണുനീരൊഴുക്കിയ അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർത്തോണം, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയണം. നിനുവാ നഗരം പാപത്തിന് അധീനമായിരുന്നെങ്കിലും വേദപുസ്തകം നിനുവായെ പറ്റി പറയുന്നത് മഹാനഗരം എന്നാണ്, ഗ്രേറ്റ് സിറ്റി എന്നാണ്. ആയതുപോലെ പ്രിയമുള്ളവരെ, എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ, ഒരനുഭവങ്ങളെ വിലയിരുത്തുമ്പോൾ
അതിനപ്പുറമായ ചില അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ വിലയിരുത്താൻ. ആരെങ്കിലും നമ്മളോട് സ്നേഹത്തോട് ഇടപെട്ടിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ വഞ്ചിച്ചവർ നമ്മളെ സഹായിച്ച അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ ചിലരിൽ നിന്നൊക്കെ ഇന്ന് അകന്നിരിക്കുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഒരുപാട് അടുത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അവിടുത്തെ ആ ഒരു ഗ്ലോറിഫൈഡ് നേച്ചർ അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഇത് നാം വായിച്ചു കേട്ട് ഞാൻ പറഞ്ഞല്ലോ, രാജാവിനെ കുറിച്ച് പറയുന്നത് he covered him with sackcloth and sat in ashes. ഇന്നത്തെ കാലത്ത് ചാക്കൊടുക്കുകയും ചാരത്തിലിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ചാക്കൊടുത്ത് ചാരത്തിലിരിക്കുക എന്നുള്ളതിന്റെ 4 ചിന്തകൾ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ മുൻപാകെ ഒന്ന് സമർപ്പിക്കുവാൻ ദൈവനാമത്തിൽ സങ്കേതപ്പെടുകയാണ്. ഒന്ന്, ഈ ചാക്കൊടുത്ത് ചാരത്തിലിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് എൻക്വയറി അബൌട്ട് ദ സെൽഫ് എക്സിസ്റ്റൻസ്. എൻക്വയറി അബൌട്ട് ദ സെൽഫ് എക്സിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യൻ അവന്റെ സത്തയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. നമ്മൾ ഓർക്കും രാജസിംഹാസനത്തിൽ ഇരുന്നവൻ ചാരത്തിലിരിക്കുക എന്ന് വെച്ചാൽ അവനൊരു വലിയ ഔദാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് താണുപോയി, ഒരുപാട് പ്രയാസത്തിലേക്ക് പോയി. അങ്ങനെയല്ല. അതൊരു പഴയകാലത്തിലേക്ക്, മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ്. ആ അന്വേഷണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കണം. ദൈവം ആദാമിനെ ഹവ്വായെയും സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നെടുത്തവൻ മണ്ണിലേക്ക് പോകേണ്ടതാണ്. ചാക്കൊടുത്ത് ചാരത്തിലിരിക്കുക എന്ന് വെച്ചാൽ മനുഷ്യൻ അവന്റെ സത്തയെക്കുറിച്ച് ചിന്തിക്കുക, അവന്റെ ബലഹീനതയെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ എന്ത് സമ്പാദിച്ചാലും, എന്തൊക്കെ ആയാലും, എവിടെയൊക്കെ എത്തിയാലും ഞാൻ 6 അടി മണ്ണിന്റെ അവകാശിയാണെന്നുള്ള ഒരു ചിന്ത. പിതാക്കന്മാര് അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടെ കൊടുക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പക്ഷേ ദൈവത്തിനൊരു വലിയ കരുണയുണ്ട്. ദൈവം മനുഷ്യന് കൊടുത്ത രൂപം, അതായത് he created them in his own images. ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുക. അതായത് ഇമേജസ് ആൻഡ് ലൈക്നെസ്, ഈ 2 കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചോണം. നമ്മളൊക്കെ പലപ്പോഴും പറയും ദൈവത്തിന്റെ മുൻപാകെ മുട്ടുമടക്കുന്നു, ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞു വീഴുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിനേക്കാൾ ഒരു വലിയ തലം കൂടി അതിന്റെ പിന്നിലുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നാക്കുകൊണ്ടല്ല. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മണ്ണ് കുഴച്ച് ദൈവം തന്റെ രൂപം തന്നെ കൊടുത്ത് അവന്റെ മൂക്കിൽ ജീവശ്വാസം മുതുകയായിരുന്നു. എന്ന് വെച്ചാൽ മണ്ണ് കുഴയ്ക്കാൻ ദൈവം ഇറങ്ങി വന്നു. അപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മണ്ണ് കുഴയ്ക്കുന്ന ദൈവത്തെ നമ്മൾ കാണണം. ആ മണ്ണ് കുഴയ്ക്കാൻ ദൈവം ഒരു ദൂതന്മാരെയും മറ്റുള്ള സഹായികളെയും വിളിക്കുന്നില്ല. സ്വന്തമായി മണ്ണ് കുഴയ്ക്കുന്നു, രൂപമുണ്ടാക്കുന്നു, മൂക്കിലേക്ക് ജീവശ്വാസം മുതുന്നു. വിശുദ്ധനായ ഇഗ്നാത്തിയോസിനെ പോലെയുള്ള പിതാക്കന്മാരുടെ വ്യാഖ്യാനം, മുട്ടുകുത്തിയിരുന്നു മൂക്കിലേക്ക് ജീവശ്വാസം ഊതിക്കയറ്റുകയായിരുന്നു. അതായത് മുട്ടുകുത്തിയിരുന്നു മൂക്കിലേക്ക് ദൈവം തമ്പുരാൻ ജീവശ്വാസം ഊതിക്കയറ്റുകയായിരുന്നു. അപ്പോൾ ഓർത്തോണം, ജീവനില്ലാത്ത ഈ സ്വരൂപത്തിന്റെ മുൻപാകെ മുട്ടുകുത്തിയിരുന്ന് മൂക്കിലേക്ക് ജീവശ്വാസം ഊതിക്കയറ്റുന്ന ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ്. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതിന് മുൻപ്, പ്രത്യേകിച്ച് ജീവനില്ലാത്ത, ഓജസ്സില്ലാത്ത മനുഷ്യരുടെ മുൻപാകെ വലിയവനായ ദൈവം മുട്ടുകുത്തി എന്ന് പറയുമ്പോൾ അത് ചിന്തയ്ക്കപ്പുറമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോരുത്തരും ചിന്തിച്ചോണം. നമുക്ക് ജീവിതാനുഭവത്തിൽ പല വ്യാഖ്യാനങ്ങൾ പറയും. ദൈവമില്ല എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് പ്രയോജനം എന്താന്ന് ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം ഹൃദയംഗമായിട്ട് ചിന്തിച്ചോണം, ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ പോലും അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, കണ്ടുപിടുത്തങ്ങൾ നടത്തി. പക്ഷെ ദൈവം എന്നെ ഒരു മന്ദബുദ്ധിയായി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ, ഞാനൊരു മന്ദബുദ്ധിയായി പോയിരുന്നുവെങ്കിൽ എന്നെ കുറിച്ച് പോലും എനിക്കറിയാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എൻക്വയറി അബൌട്ട് ദ സെൽഫ്, എൻക്വയറി അബൌട്ട് ദ എസെൻസ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മളെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. രണ്ടാമതായിട്ട്, രട്ടുപുതച്ച് വെണ്ണീരിലിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പലപ്പോഴും പറയത്തില്ലയോ, നമ്മൾക്ക് ചില ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ജോഹാരി വിൻഡോ തിയറി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. ഈ ജോഹാരി വിൻഡോ തിയറിയിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല വ്യാഖ്യാനങ്ങളുണ്ട്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു കർട്ടൻ റെലമുണ്ട്. കർട്ടൻ റെലം എന്ന് വെച്ചാൽ മറഞ്ഞു വെച്ചിരിക്കുന്നതാ. എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, ഒരു മനുഷ്യന് പോലും അറിയത്തില്ല. കാരണം ചിലപ്പോൾ ചില അസുഖങ്ങളായിരിക്കാം, കണ്ടുപിടിക്കാനാവാത്ത ചില അസുഖങ്ങൾ, ഇതുവരെ തിരിച്ചറിയാത്ത ചില അസുഖങ്ങളായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു പ്രയാസമുണ്ടെന്ന്, നമ്മളിൽ ഒരു പ്രയാസമുണ്ടെന്ന് എനിക്കോ നിങ്ങൾക്കോ പരസ്പരം അറിയാത്ത അനുഭവം. രണ്ടാമത്, എനിക്കൊരു പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയത്തില്ല.
എന്റെ ബലഹീനത എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല. 3, എനിക്കൊരു പ്രതിസന്ധി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കാണുന്നവർക്കറിയാം. അതുകൊണ്ടാ ചിലപ്പം ചോദിക്കത്തില്ലയോ, നമുക്ക് മറ്റു പ്രയാസമൊന്നും കാണത്തില്ല, പക്ഷെ നമ്മളുടെ മുഖത്ത് നോക്കും, നീ എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, തളർച്ചയുണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ണ് താണല്ലോ, ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ചോദിക്കും. ചില സമയത്ത് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. കാരണം നമുക്ക് പ്രയാസമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവർക്ക് കാണുമ്പോൾ പ്രയാസം ഉണ്ടെന്ന് തോന്നിപ്പോകും. 4മതൊരു തലമുണ്ട്. ഈ ഒരു നമ്മൾ തന്നെ തിരിച്ചറിയുക, എനിക്കൊരു പ്രതിസന്ധി ഉണ്ട്. അതാരും പറഞ്ഞിട്ടല്ല, ആരെ അറിയിക്കാനല്ല. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പറയത്തില്ല, എന്തോ എനിക്കൊരു ക്ഷീണമുണ്ട്, ഒരു ഡോക്ടറെ കാണണം, 3-4 ദിവസമായിട്ട് ഉറക്കക്കുറവുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ ഭയങ്കരമാണ്, മാനസികപ്രയാസം ഭയങ്കരമാണ്. മറ്റുള്ളവർക്കും ആർക്കും അറിയത്തില്ല, ഒരു മനുഷ്യനും വിലയിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, ഈ ചാക്ക് ധരിച്ച് ചാരത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ സ്വന്തമായ രീതിയിൽ അദ്ദേഹം ഒരു ദിവ്യമായ അനുഭവത്തിന് വേണ്ടി പോകുകയാണ്, ഒരു അന്വേഷണം നടത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ആൻ എൻക്വയറി അബൌട്ട് ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ്. രണ്ടാമത്തെ കാര്യം ഓർത്തോണം, ആൻ എൻക്വയറി അബൌട്ട് ദ ഫിസിക്കൽ സെൽഫ് ഫാക്ടർ. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രയാസമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുക. ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, ഇതൊരു ശിക്ഷണ നടപടിയായിട്ട് നമ്മൾ ചിന്തിക്കരുത്. പഴയ കാലത്ത് ഓർത്തോണം, നമുക്ക് ഹൃദയംഗമായിട്ട് അറിയാം, ഒരുപാട് എന്താ പറയുന്നത്, ഒരു സ്പിരിച്വൽ മെഡിക്കേഷന്റെ ഒരു അനുഭവമായിട്ട് ഈ തലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തലം ഒരു സ്പിരിച്വൽ മെഡിക്കേഷൻ, ഒരു മെഡിറ്റേറ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് റെലം നമ്മുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമാണ്. നമ്മളൊരു ഡോക്ടറെ കാണാൻ സ്വന്തമായിട്ട് തീരുമാനിക്കുക, കൊടുത്ത് ചാരത്തിലിരിക്കുക. കാരണം ചാക്ക് പൊടി എന്നൊക്കെ പറയുന്നതിന് ഒരു ഔഷധ ഗുണമുണ്ട്. പ്രത്യേകിച്ച് നാച്ചുറോപ്പതിയിൽ ഇത്തരത്തിലുള്ള ചികിത്സാവിധികൾ ഒത്തിരി ഉണ്ട്. ഈ നാച്ചുറോപ്പതിയിലെ ചികിത്സാവിധികൾ എന്ന് പറയുന്നത് ചാരത്തിലിരിക്കണം, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള സോയിൽ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ ഉണ്ട്. ആയതുപോലെ ഒരു സെൽഫ് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. വീണ്ടും ഓർത്തോ പ്രിയമുള്ളവരെ, ആൻ എൻക്വയറി അബൌട്ട് ദ എസൻസ് എക്സിസ്റ്റൻസ്, അത് ആവശ്യമാണ്. ആൻ എൻക്വയറി അബൌട്ട് ദ സെൽഫ് ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ്, അത് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമ്മളൊരു സ്പിരിച്വൽ ട്രീറ്റ്മെന്റിന് വേണ്ടി തയ്യാറാവുകയാണ്. ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായ തലത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. എനിക്കൊരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അതാരും പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ദൈവമേ എനിക്ക് ഉറക്കമില്ല, എനിക്ക് ടെൻഷൻ ഒരുപാടുണ്ട്, മാനസികമായ വൈകല്യം ഒരുപാടുണ്ട്, പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട്. എന്താ കാരണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഒരു സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് മാനസിക പ്രതിസന്ധിയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള ഒരു മോചനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം, ദൈവത്തോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പല പ്രാർത്ഥനകളുണ്ട്. അതിലെ ഒരു പ്രാർത്ഥനയാണ് ഹെസിക്കാസം എന്ന് പറയുന്നത്. ഈ ഹെസിക്കാസം പ്രയർ എന്ന് പറയുന്നത് നീണ്ട പ്രാർത്ഥനയൊന്നുമല്ല, കൊച്ചു പ്രാർത്ഥനയാണ്. ചിലപ്പോൾ മനുഷ്യന്, ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് വലിയ വേദഭാഗങ്ങൾ വായിക്കാൻ പറ്റത്തില്ല, ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വാക്ക് വരുന്നില്ല, തലവേദന ക്ഷീണമൊക്കെ വരുന്നു. പ്രിയമുള്ളവരെ, ഹെസിക്കാസം പ്രയർ എന്ന് വെച്ചാൽ സിമ്പിൾ പ്രയേഴ്സ്. അതാണ് സുറിയാനി പിതാക്കന്മാർ പഠിപ്പിച്ച കുറിയലായിസ്തോ എന്നുള്ള പ്രാർത്ഥന. കർത്താവേ എന്നോട് കരുണ ചെയ്യണം. നമുക്ക് ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നടന്നുകൊണ്ടും ഒക്കെ പ്രാർത്ഥിക്കാം, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താം. പണ്ട് നാട്ടിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കർത്താവെ മാത്തനിതാ മലക്കുന്നു. മാത്തനിതാ മലക്കുന്നു എന്ന് പറയുന്നത്, മാത്തന് ഒരുപാട് ജോലി കാര്യങ്ങളുണ്ട്, ഒരുപാട് ക്ഷീണമുണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല. എങ്കിലും അവൻ പറയുക, കർത്താവെ മാത്തനിതാ മലക്കുന്നു. അവന് വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിലും അവൻ ദൈവസന്നിധിയിൽ ഒരു കൊച്ചു പ്രാർത്ഥന നടത്തുക. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇത് കൃത്യമായ രീതിയിൽ ഒരു അനുഭവമായിട്ട് നമ്മൾ വളർത്തിയെടുത്തേ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കൊരു മെഡിക്കേഷൻ ആവശ്യം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, മറക്കാനുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുണ്ടെങ്കിൽ, ഒരു സമയം പോലും നമ്മൾക്ക് അതിന് ഇനി മാറ്റിവെക്കാനില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നത്, കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടാതിലെത്തിടുവതിൻ കാലം സമീപമായി. മാറ്റോലി കേൾക്കുന്നു, വേഗമൊരുങ്ങുക, ആരാവാരത്തോടെ വാനിൽ പ്രിയൻ വരും. വിധയും കൊയ്ത്തും ഫലശേഖരവും കഴി, അയ്യോ ദൈവമേ രക്ഷിക്കപ്പെട്ടില്ല. വിധയും കൊയ്ത്തും ഫലശേഖരവും കഴിഞ്ഞ്, അയ്യോ ദൈവമേ രക്ഷിക്കപ്പെട്ടില്ല.
കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടാതിൽ എത്തിടുവതിൻ കാലം സമീപമായി. അതേ പ്രിയമുള്ളവരെ, വിതയും കൊയ്ത്തും ഫലശേഖരവും സമ്പാദ്യങ്ങള്, അതിന്റെ ഡിവിഷന്, അതിന്റെ കമ്മ്യൂണിക്കേഷന്, ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറമായിട്ട് എൻ്റെ കർത്താവിന്റെ വരവ് സമാഗതമായി എന്നുള്ള ലക്ഷ്യത്തോടെ ജീവിതത്തിന് ഒരു ഒരുക്കം ആവശ്യമാണ്, ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ചിലപ്പോൾ ദൈവം ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും കേട്ടോ. ചില സിംറ്റംസ് തരും. നമ്മളൊരു തെറ്റ് ചെയ്താൽ നേരിട്ട് നമ്മളെ പിടിക്കണമെന്നില്ല. ചിലപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിലെ ഒരു സംഭവം കേൾപ്പിക്കും. അത് നമ്മുടെ രാജ്യത്തിലേക്ക് വരും, നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരും, പ്രോവിൻസിലേക്ക് വരും, നമ്മുടെ കുടുംബത്തിൽ കയറും, നമ്മളുടെ ഫാമിലി വെറും മൊത്തത്തിലുള്ള കുടുംബത്തിലേക്ക് കയറും, പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് വരും, അവസാനമേ നമ്മളെ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം, ചില സമയത്ത് നമ്മളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒരുപാട് അധികമാകുമ്പോൾ, അഹങ്കാരങ്ങൾ ഒത്തിരി കൂടുമ്പോൾ, സ്വാർത്ഥത കൂടുമ്പോൾ ഒരാവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ചിലപ്പോൾ നമുക്ക് സംശയങ്ങൾ വരും, തെറ്റിദ്ധാരണകൾ വരും. ഇതൊക്കെ വരുമ്പോൾ ഓർത്തോണം, എന്തോ ഒരു പ്രോബ്ലത്തിന്റെ തുടക്കമാണ്, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഓർത്തോണം, ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുന്നത് ഒരു വലിയ ഔഷധം, ഒരു വലിയ മെഡിക്കേഷന്റെ തയ്യാറെടുപ്പാണ്, ഒരു സ്പിരിച്വൽ നാച്ചുറോപ്പതിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. മൂന്നാമതായിട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് ഓർത്തോണം, ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുക. ഞാൻ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു, ഇറ്റ്സ് എ മെഡിറ്റേറ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് മെത്തഡോളജി. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതായത് മെഡിറ്റേറ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് മെത്തഡോളജി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 3 തലത്തിലൂടെ അവൻ കടന്നു പോകണം. ഒന്ന് ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്ഫിഗറേഷൻ. ഈ 3 തലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പഴയ കാലത്ത് അറിയാമല്ലോ, ഈ സന്യാസിമാരൊക്കെ ധ്യാന നിമഗ്നരായിട്ടിരിക്കും. ഈ സന്യാസിമാർ ധ്യാന നിമഗ്നരായിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും ഇവർക്ക് ചുറ്റും ഒരു വലിയ കവറിങ് ഉണ്ടാകും. എന്ന് വെച്ചാൽ ഒരു ചിതൽപുറ്റ് ഉണ്ടായപ്പെടുകയാണ്. ഈ ചിതൽപുറ്റിനകത്തിൽ ഇവർ ഇരിക്കുകയാണെങ്കിലും ഇവരുടെ ശരീരം വെളുക്കും, വിശപ്പും ദാഹവും ഒന്നും തോന്നത്തില്ല. യഥാർത്ഥത്തിൽ അതൊരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കവനന്റ് ആണ്, ഒരു കവറിങ് ആണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ചില സമയത്ത് കിട്ടുന്ന ചില കവറിങ് എന്ന് പറയുന്നത് ഒരു ആത്മീയമായ കവറിങ്. ഈ കണ്ടംപ്ലേറ്റീവ് മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കവറിങ് നമുക്കുണ്ടാകും. നമുക്കറിയാം, നമുക്ക് ദൈവം അവയവങ്ങൾ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ, എന്റെ താടിയൊക്കെ, നമ്മുടെയൊക്കെ താടി വെളിയില്, നഖം വെളിയില്, തൊക്ക് വെളിയില്, മൂക്ക് വെളിയില്, ചില അവയവങ്ങളൊക്കെ വെളിയില്ല. അതേസമയം നമ്മൾ ഓർത്തോണം, ഇൻറ്റസ്റ്റൈൻസ്, ലിവർ, കിഡ്നി, ഇതൊക്കെ അകത്താ. ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരം കവറിങ്ങിനുള്ളില്ല, എല്ലും, അതായത് ഒരു സ്കെൽറ്റൻ കവറിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ദൈവത്തിന് അറിയാം എനിക്ക് നിങ്ങൾക്കും ഏത് തരത്തിലുള്ള കവറിങ് വേണം. അതായത് ഒരു നഖത്തിന്റെ കവറിങ് ഒരിക്കലും ഒരു ലിവറിന് പോരാ, അല്ലെങ്കിൽ വെറും താടിയുടെ കവറിങ് ഇൻഡസ്ട്രിയിന് പോരാ. കാരണം അണുക്കളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടണം, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വേണം. ആയതുപോലെ പ്രിയമുള്ളവരെ, ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുക എന്ന് വെച്ചാൽ അതൊരു സ്പിരിച്വൽ കവറിങ്, ആത്മീയമായ കവറിങ്. നമ്മൾ ചില പഴങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ചില പഴങ്ങൾക്കൊക്കെ നല്ല കവറിങ് ഉണ്ട്, നല്ല ഹാർഡ് ആൻഡ് തിക്ക് കവറിങ് ആണ്. മറ്റു ചിലതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കവറിങ്ങും ഇല്ല, വെറുതെ എടുത്ത് കഴിക്കാം. സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പഴമാണെങ്കിൽ അതിന്റെ തൊലി ഒലിച്ച് വെറുതെ കഴിക്കാവുന്നേ ഉള്ളൂ. ചാമ്പയ്ക്കായും നെല്ലിക്കായും ഒക്കെ ആണെങ്കിൽ അതിന് കവറിങ്ങേ ഇല്ല, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിക്കാം, കഴുകിയിട്ട് കഴിച്ചാൽ മതി. നമ്മൾ ദൈവസന്നിധിയിൽ ചിന്തിക്കണം, ദൈവം എനിക്ക് ഏത് തരത്തിലുള്ള കവറിങ് ആണ് ആവശ്യം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നവരാ കേട്ടോ, നമുക്ക് ഉറപ്പില്ലാത്തവരാ. ഒരു ചെറിയ വിഷമം മതി, ഒരു ചെറിയ ഷോക്ക് മതി നമ്മളുടെ ഓർമ്മ പോലും ഇല്ലാതായി പോകാൻ. ചെറിയ ഷോക്ക് കിട്ടിയാൽ തളർന്നു പോകാൻ അത് മതി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഓർത്തോണം, ദൈവം എനിക്ക് നീ ഒരു കവറിങ് തരണം, നിന്റെ സ്നേഹത്തിന്റെ കവറിങ്. അതായത് ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുന്നത് ഒരു പ്രത്യേകമായ സ്പിരിച്വൽ കവറിങ് ആണ്. ഞാൻ പറഞ്ഞു, ആ ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുന്നത് ആൻ എൻക്വയറി അബൌട്ട് ദ സെൽഫ് എക്സിസ്റ്റൻസ്. ഒരു രണ്ടാമത് പറഞ്ഞു, ഒരു സ്പിരിച്വൽ മെഡിക്കേഷന് വേണ്ടി, അതായത് ഫിസിക്കൽ സെൽഫ് ആക്ടിവിറ്റീസ്, അതായത് ഒരു സ്പിരിച്വൽ മെഡിസിനാണ്. ഈ ലോകത്തിലെ മെഡിസിനും മറ്റും പോരാ. മൂന്നാമത് പറഞ്ഞു, ഇറ്റ്സ് എ സ്പിരിച്വൽ കവറിങ് ആണെന്ന് പറഞ്ഞു, അതൊരു കണ്ടംപ്ലേറ്റീവ് മെത്തഡോളജി ആണെന്ന് പറഞ്ഞു. നാലാമതായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ, ചാക്ക് ധരിച്ച് ചാരത്തിലിരിക്കുമ്പോൾ, അതായത് ദ സാക്ക് ക്ലോത്ത് ആൻഡ് ഗ്ലോറി, ദ ഡ്രസ് ഓഫ് ഗ്ലോറി, അതായത് ചാക്ക് വസ്ത്രവും മഹത്വ വസ്ത്രവും. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, ഏതിനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സാധാ വസ്ത്രം ധരിപ്പിച്ചെങ്കിൽ എത്ര വസ്ത്രങ്ങൾ നമ്മൾ മാറി ഉടുക്കുന്നു. ഇന്ന് ഫാഷനബിൾ ഡ്രസ്സിന്റെ പിന്നാലെ നമ്മൾ പോകുന്നവരാണ്. ഓരോ വസ്ത്രങ്ങളും നമ്മൾ മാറി മാറി ഉടുക്കുന്നുണ്ട്.
എന്നാലൊന്നും തൃപ്തിയില്ല. പല രീതിയിലുള്ള എക്സ്പ്രഷൻസിലൂടെ നമ്മളൊരു വസ്ത്രധാരണം നടത്തുന്നുണ്ട്. അത് ചിലപ്പോൾ ചിരിച്ച് കാണിക്കും, കരഞ്ഞു കാണിക്കും, കോപിച്ച് കാണിക്കും. അതായത് ഇമോഷണൽ ഫീലിങ്സ് ഒത്തിരി നമ്മൾ അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ വസ്ത്രമൊന്നും ധരിച്ചാൽ പൂർണ്ണമാകത്തില്ല. ദൈവം നെയ്തിരിക്കുന്ന ഈ ശരീരത്തിന് ഫിറ്റായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഡ്രസ് ഉണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, ഒരു മഹത്വ വസ്ത്രം ധരിപ്പിക്കും, എൻ്റെ കർത്താവിനെ കിരീടം ധരിപ്പിക്കും, മഹത്വ വസ്ത്രം ധരിപ്പിക്കും. ഈ ലോകത്തിലെ എല്ലാറ്റിന്റെയും പിന്നാലെ പോയാലും എനിക്കും നിങ്ങൾക്കും നിലനിൽപ്പിന് വേണ്ടി ദൈവം തന്ന ചില അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ കൂടെ മുൻപോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും ഹൃദയപൂർവ്വം ചിന്തിക്കുക, എൻ്റെ ദൈവമേ, എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ വീട്, എൻ്റെ കൂട്, എൻ്റെ ജോലി, എൻ്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതൊക്കെ നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നാൽ ഇതൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു മഹത്വ വസ്ത്രം ധരിക്കും. ചില വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ പറയത്തില്ലയോ, അത് ശരീരത്തിന് ചൊറിച്ചിലുണ്ടാക്കും, ഹിച്ചിങ് ഒക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു അൺഫിറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇത് ഓർത്തോണം, ഒരു സ്പിരിച്വലി ഫിറ്റ് ഡ്രസ്, ഒരു മഹത്വ വസ്ത്രം, അതായത് ഡ്രസ് ഓഫ് ഗ്ലോറി, ഗ്ലോറി ഓഫ് ഗോഡ്, അതായത് ദൈവത്തിന്റെ പ്രകാശ വസ്ത്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രകാശ വസ്ത്രം ധരിപ്പിക്കുക. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യനെ ദൈവം ധരിപ്പിച്ചത് പ്രകാശ വസ്ത്രം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അത് നഷ്ടമായി. ഇനി എന്നെ നിങ്ങളെ ദൈവം ധരിപ്പിക്കുന്ന ഒരു മഹത്വ വസ്ത്രമുണ്ട്. ആ മഹത്വ വസ്ത്രത്തിന്റെ പ്രഭ ഉൾക്കൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ, മേലാൽ എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. മേലാൽ എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. അതെ പ്രിയമുള്ളവരെ, നമ്മളൊരു പുതിയ രൂപാന്തരത്തിന് തീരുമാനമെടുക്കണം. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുമ്പോൾ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്ന കാര്യം, പ്രാർത്ഥന കുറച്ചിട്ടുള്ളവരൊക്കെ പ്രാർത്ഥന വീണ്ടും ശക്തമായിട്ട് നടത്തണം. ഒരുപാട് ക്ഷമിക്കണം. ആരോടെങ്കിലും അകന്നിരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തികളെയും കൂടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെയൊക്കെ ജീവിതം എത്ര നാളാണെന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. ഏത് നിമിഷവും നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകും. പക്ഷെ എങ്ങനെ പോയാലും പ്രതീക്ഷയോടിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ആരെക്കുറിച്ച് കേട്ടാലും നല്ല വാർത്തകൾ കേൾക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-ാം ദിവസത്തെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം തന്റെ വലങ്കരം നീട്ടി നിങ്ങൾ എല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.